സ്റ്റെഫിൻ ആ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്കൊപ്പമുണ്ട്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. അവിടുത്തെ ആളുകൾക്ക് പരസ്പരം ഗുഡ് മോർണിംഗ് പോലും പറയാൻ കഴിയാത്ത സ്ഥിതി, ഒരു മര്യാദകേട് എന്ന് തന്നെ പറയണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. അവർക്ക് അല്ലേ നാട്ടുകാരെ സംരക്ഷിക്കേണ്ടത്, നാട്ടുകാർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ഒരു സാഹചര്യം ഒരുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ലല്ലോ. ഒരു തൊപ്പി വെച്ച് നടക്കുന്ന ഒരാളല്ലേ. ഇങ്ങനെ നാട്ടുകാരെ ഉപദ്രവിക്കുന്ന പോലെ ഈ അമൃതമായാലും അധികമായാലും വിഷമെന്ന് പറയുന്ന പോലെ മൃഗസ്നേഹമൊക്കെ കൊള്ളാം, ആർക്കും ഒരു പരാതിയില്ല. പക്ഷേ അത് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന പോലെ ആവേണ്ട ആവശ്യമുണ്ട്. ഇത് എത്ര കാലമായി അവരിങ്ങനെ ബുദ്ധിമുട്ടുന്നു? ദിവിഷ, ഏതാണ്ട് കുറേ വർഷങ്ങളായി നാട്ടുകാർ ഈ ദുരിതം അനുഭവിക്കുന്നു. അതിലേക്കെല്ലാം തന്നെ വരാം. ആദ്യമായി ഇതിനെ വിശദമായി ഈ സ്ഥലത്തെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതെന്ന് പറയുന്നത് ചേങ്കോട്ടുകോണത്ത് നിന്ന് കാട്ടായിക്കോണം പോകുന്ന വഴിയാണ്. അത്രയധികം പ്രധാനപ്പെട്ട ഒരു റോഡിനോട് ചേർന്ന് നമുക്ക് കാണാം ഓരോ വീടുകളും, അടുത്തടുത്ത് വീടുകളുണ്ട്. ആ വീടുകളെല്ലാം ഉള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് പട്ടിയെ താമസിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പാർപ്പിച്ചിരിക്കുന്ന വീട്. അതിന് തൊട്ടടുത്ത് ഉള്ള ഉള്ള സ്ത്രീയാണ് നമ്മോട് പരാതി പറഞ്ഞത്. ഇപ്പോൾ നാട്ടുകാരൊക്കെ നമ്മുടെ ഒപ്പമുണ്ട്, ഇവിടെ സമീപത്തൊക്കെ ഉള്ളവരാണ്. അവർക്ക് ഈ വഴി ഒന്ന് കടന്ന് ആ വീട്ടിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഈ വീട്ടുകാർക്ക് ആ വീട്ടിലേക്ക് സുരക്ഷിതമായി ഒന്ന് പോകണമെങ്കിൽ ഇങ്ങനെ കമ്പും വടിയും ഒക്കെ ആയിട്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. നമുക്ക് ആ വീട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് തോന്നുന്നു. അത്ര സുരക്ഷിതമാണോ എന്ന് പോലും അറിയില്ല. കാരണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നായകളൊക്കെ ഈ തൊട്ട് വീടിനോട് ചേർന്നുണ്ട്. അത്രയധികം നായ്ക്കളുണ്ട് ഈ വീട്ടിൽ. ഇപ്പോഴും അത്രയധികം പ്രതിസന്ധിയിലൂടെ ഓരോ ദിവസവും ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള ആളുകൾ കടന്നു പോകുന്നത്. നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ ഇപ്പം ദൃശ്യങ്ങളിൽ കാണാം എത്രയധികം നായ്ക്കൾ ഈ വീടിനോട് ചേർന്ന് ഇങ്ങനെ കിടപ്പുണ്ടെന്ന് നമുക്ക് കൃത്യമായി തന്നെ ആ ദൃശ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ആ പട്ടിയുടെ കുരയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഈ വീട് മുഴുവൻ പട്ടികളാണ്. യഥാർത്ഥത്തിൽ ഈ വീട്ടിലേക്ക് ആളുകൾക്ക് കടന്നു വരണമെങ്കിൽ, ഈ വീട്ടിന്റെ ഉടമയ്ക്ക് കടന്നു വരണമെങ്കിൽ പോലും അത്രയധികം പ്രതിസന്ധി. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ റോഡിൽ പോലും നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. നമുക്ക് ഏതായാലും ഗേറ്റ് ഒന്ന് അടച്ചേക്കാം. റോഡിൽ പോലും നിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത്രയധികം ദുർഗന്ധമാണ്. ഞാനിപ്പോൾ ഒരു പേരയുടെ ഇലയും അതോടൊപ്പം തന്നെ പേരയ്ക്കയും ഒക്കെ എടുത്ത് ഇങ്ങനെ മണപ്പിച്ചാണ് ഇവിടെ നിന്നത്. കാരണം അത്രയധികം ദുർഗന്ധമാണ്. ഇത്രയും ഒരു 50 പട്ടി, ഏതാണ്ട് ഒരു 5 സെന്റുകളോളം വരുന്ന സ്ഥലത്താണ് ഇത്രയും പട്ടികളെ പാർപ്പിച്ചിരിക്കുന്നത്. ഒട്ടും സുരക്ഷിതമല്ലാത്ത സാഹചര്യം. ഏതെങ്കിലും ഒരു നായ്ക്ക് പേ പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ രോഗങ്ങൾ ഉണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ നാട്ടിലുണ്ടാക്കുന്ന വിപത്ത് എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആ നായയൊക്കെ നോക്കൂ, അവിടെ മതിലിന് അത്രയധികം പൊക്കമില്ല. എപ്പോ വേണമെങ്കിലും ആ നായ്ക്ക് ഈ മതിൽ ചാടി വരാം. അതോടൊപ്പം തന്നെ ഇതിനെ പാർപ്പിച്ചിരിക്കുന്ന ആ വീട്ടിനകത്താണ്, വീട്ടിന്റെ മുറിയിലാണ് ഈ നായകളെ കിടത്തുന്നത്. ഒപ്പം ആ സിറ്റ് ഔട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നായ്ക്കൾ ഇങ്ങനെ കിടക്കുകയാണ്. ഒന്ന് ചാടി അതിനിങ്ങോട്ട് വരാവുന്നതേ ഉള്ളൂ. തൊട്ടപ്പുറത്തും ഇവരുടെ സ്ഥലമാണ്. അവിടെ ചെറിയ കൂടുണ്ടാക്കി അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുകയാണ് നായ്ക്കളെ. അത്രയധികം നായ്കൾ വിസർജ്യം അതെല്ലാം തത്സമയം ചെയ്യുന്നു. ഈ മെറ്റിൽഡ എന്ന ഉദ്യോഗസ്ഥ ആ വീട്ടിൽ തന്നെയാണോ പൊറുക്കുന്നത്? അവർ നാട്ടുകാരോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതോ അവർ കൃത്യമായി ജോലിക്ക് പോയി വരികയും ഒക്കെ ചെയ്യുന്ന ഈ സ്ഥലത്ത് നിന്നാണ്? എങ്ങനെയാണ് അവർ അവിടെ താമസിക്കുന്നതെന്നറിയില്ല. പ്രതികരിക്കാനും തയ്യാറാവില്ലായിരിക്കാം. അവരവിടെ ഉണ്ടോ? ദിവിഷ്, ഏതായാലും അവർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ഒരു വാഹനം ഇവിടെ ഇരിപ്പുണ്ട്. ഏതായാലും അവരുടെ പ്രതികരണവും എടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇങ്ങനെ നായ്ക്കളെ പാർപ്പിച്ചിരിക്കുന്നു? നമ്മൾ കഴിഞ്ഞ ദിവസമെല്ലാം അവരോട് ഇത് ചോദിക്കുമ്പോഴും അവർക്ക് പ്രത്യേകിച്ച് അവർ ഇതിനെ ന്യായീകരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ കോർപ്പറേഷനാണ് ഇതിനെ കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യമൊക്കെയാണ് അവർ പറയുന്നത്. ഏതായാലും നാട്ടുകാരും ഈ വീട്ടിന്റെ ഉടമയും എല്ലാം ഇപ്പോഴും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ലൈവായിട്ട് ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. നിങ്ങൾ എത്ര നാളായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട്? ഇനി എന്ത് ചെയ്യാൻ പറ്റും? 3 വർഷത്തോളമായി ഞാനിവിടെ താമസം തുടങ്ങിയിട്ട് 3 വർഷത്തോളമായി. ഇതിപ്പോൾ 2 വർഷമായിട്ട് ഈ കംപ്ലൈൻറ്റിൻ്റെ പുറകെയാണ് ഞാൻ. കോർപ്പറേഷൻ ഓഫീസ്, ഓംബഡ്സ്മാൻ, ഹ്യൂമൻ റൈറ്റ്സ്, ഇനി പോകാത്ത സ്ഥലങ്ങളില്ല. എനിക്കും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആക്ച്വലി അറിയില്ല. പരാതികൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഈ 70 പട്ടികളോളം ഉണ്ട് ഏകദേശം. ഇതിനെ മാറ്റി താമസിപ്പിക്കാനുള്ള ഷെൽട്ടർ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന എല്ലായിടത്തു നിന്നുള്ള എക്സ്ക്യൂസ് അതാണ്. ബട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയില്ല. എനിക്ക് 10 വയസ്സായ ഒരു കുഞ്ഞുണ്ട്. കണ്ടല്ലോ, വീട്ടിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ വീട്ടിന്റെ പുറത്ത് ഒരു 5 മിനിറ്റ് കൂടി വന്ന് നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് രൂക്ഷമായിട്ടുള്ള ഗന്ധമാണ്. അങ്ങനെ ദിവിഷ, എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു നായ്ക്ക് എങ്ങാനും പേ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതി അത് എത്രത്തോളം രൂക്ഷമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണല്ലേ. ഒരു പക്ഷെ ഒരു പേ പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ? അതെ, തീർച്ചയായും. നമുക്കിപ്പോൾ മെയിൻ റോഡിലൂടെ നടക്കാൻ പോലും പേടിയായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം അതിലൂടെ പോകുമ്പോഴുള്ള ആ ദുർഗന്ധവും
അതിലൂടെ എന്തെങ്കിലും ആവശ്യത്തിന് വീട്ടിൽ വരാനോ പോകാനോ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പട്ടികളെല്ലാം താഴോട്ട് ഇറങ്ങും. അപ്പോൾ കുട്ടികളെ നമ്മൾ പുറത്തിറക്കാറേ ഇല്ല. ഗേറ്റൊക്കെ അടച്ച് അവിടെ തന്നെ ഇരിക്കാറാണ് പതിവ്. അപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ ആ റൈറ്റ്സ് പോലും ആ ലേഡിക്ക് കിട്ടുന്നില്ല. അതുപോലെ മൊത്തത്തിൽ നമ്മുടെ ഈ വില്ല ഏരിയയിൽ മൊത്തം ഒരു അപകടം പോലെയാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ അവസ്ഥ. ഏതായാലും ദിവീഷ്, വലിയ അപകട സാധ്യത ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു. കാരണം അത്രയധികം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഏതെങ്കിലും ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ ഇടപെട്ടോ? അവരോടൊന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ പോലീസിനെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കുക എന്തെങ്കിലും ചെയ്യാനുള്ള വഴിയുണ്ടോ? ഒരു മര്യാദ വേണ്ടേ? ഇവരോടൊക്കെ എന്ത് പറയാനാണ്? ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഇവർ ആ പോലീസ് കുപ്പായത്തിന് തന്നെ അർഹയാണോ എന്നാണ് സംശയം. ഇപ്പൊ അവർക്ക് സ്നേഹമൊക്കെ ആകാം, പക്ഷെ നാട്ടുകാരെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി എന്ത് മൃഗസ്നേഹമാണെന്ന് മനസ്സിലാവുന്നില്ല. ദിവീഷ്, ഇവർ ഒരുപാട് പരാതികൾ നൽകിയിട്ടുണ്ട്. കോർപ്പറേഷന് പരാതി നൽകി, അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി, കൗൺസിലർക്ക് പരാതി നൽകി. അങ്ങനെ പരാതികളൊക്കെ നൽകുന്നുണ്ട് എങ്കിൽ പോലും ഇതുവരെയും ഇവരുടെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഇല്ല എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട കാര്യം. മുൻ കൗൺസിലർക്ക് നൽകിയിട്ടുണ്ട്, കോർപ്പറേഷന് നൽകിയിട്ടുണ്ട്. ഇവരൊരു പോലീസുകാരി ആയതുകൊണ്ട് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക്, SP അടക്കമുള്ള ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. അവിടെ എല്ലാം എത്തുമ്പോൾ SP-ക്കൊക്കെ നൽകുമ്പോൾ അവരൊരു മെമ്മോ ഒക്കെ കൊടുത്ത് വിടുന്നതല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് പോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ഏതായാലും കൃത്യമായി സർക്കാർ തലത്തിൽ, തദ്ദേശ വകുപ്പിന്റെയോ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ തലത്തിൽ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരമാവുകയുള്ളൂ. ഇത് ഒരു വീട്ടുകാരുടെയോ അല്ലെങ്കിൽ ചെറിയൊരു പ്രദേശത്തിന്റെ പ്രശ്നമാണ് എന്ന് കരുതണ്ട. കേരളത്തിലാകമാനം ഈ തെരുവുനായ പ്രശ്നമുണ്ട്. അത് ശരിയാണ്. അതുകൊണ്ടാണ് രൂക്ഷമാണ്. ആളുകൾക്ക് ആശങ്ക കൂടുതൽ. കാണിക്കാൻ